ക്രിസ്റ്റകൾ കാണ്ടികൾക്ക് ക്രിസ്റ്റ മാത്രം, ഇനോവ കാണ്ടികൾക്ക് ഇനോവ മാത്രം, ഫോർച്യൂണർ കാണ്ടികൾക്ക് അത് മാത്രം. വില നമുക്ക് വലിയൊരു വില ഒന്നും ചോദിക്കണ്ട, ഒരു 12 റുപ്യ നമുക്ക് കൊടുക്കാം. G4 മാനുവൽ റീ രജിസ്ട്രേഷൻ 2016 മോഡൽ. പേപ്പർ ആകാത്ത കച്ചവടം പടല്ല, ഇവിടെ സീലടിച്ച് ഇങ്ങനെ വിടാനേ പറ്റുള്ളൂ. അല്ലാതെ NOC കിട്ടിയില്ല, ബുക്ക് കിട്ടിയില്ല പറഞ്ഞ കച്ചവടം പടല്ല. KL ആയ വണ്ടി പോലെ പേർക്ക് മാറ്റിയോ വിടുക. അസ്സലാമു അലൈക്കും. അതാ കച്ചവടം. 21 ഒറിജിനൽ കേരള വണ്ടിയാണ്. നിങ്ങളൊരു ഇന്നോവയൊക്കെ എടുക്കണം ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നിരത്തിയിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ. ഒരു പുതിയ ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ വണ്ടി ആ ഇറങ്ങിയ കാലത്ത് നോക്കുമ്പോൾ എന്താണോ കണ്ടീഷൻ അതേപോലത്തെ ലുക്കിലാണ് നിലവിലുള്ള വണ്ടികളൊക്കെ നിൽക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിൽ ഇങ്ങനെ വണ്ടി വിൽക്കുന്ന ഈ ഒരു ഷോറൂം തന്നെയുള്ളൂ. അത് നമ്മുടെ നൂർ മോട്ടോഴ്സ് ആണ്. മലപ്പുറം ജില്ലയിൽ വെള്ളമ്പുറത്താണ് അവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ തന്നെയാണ്. ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടിയിൽ പോലും നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാക്കി നിങ്ങൾ വരിക, വണ്ടിയുടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളൂ. എഞ്ചിൻ ബാക്കി സംഭവങ്ങളൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ നമ്മൾ പറയുന്നത് ഒന്നും നോക്കണ്ട. ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഇവിടെ കാണുന്ന സംഗതികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ പുറമെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയെടുത്തോളൂ കേട്ടോ. നോർദിൻക എന്തായാലും നമ്മൾ ഓൾറെഡി ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ട് എപ്പിസോഡ് നിങ്ങളെ കാണിച്ചു. അതായത് ഫോർച്യൂണറും ഇന്നോവയും കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്റ്റ കാണിക്കുന്നത്. സെഗ്മെന്റ് വൈസ് വീഡിയോ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികളാണ്. അതെ, എന്താ സംഭവം തരാം. നമ്മളൊക്കെ പാടത് സാമ്പാർ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ക്രിസ്റ്റകൾ കാണ്ടികൾക്ക് ക്രിസ്റ്റ മാത്രം, ഇനോവ കാണ്ടികൾക്ക് ഇനോവ മാത്രം, ഫോർച്യൂണർ കാണ്ടികൾക്ക് അത് മാത്രം. അതായത് ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ ബമ്പം വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കമന്റ് കേൾപ്പിച്ചണ്ട. മാന്യമായ വിലക്കുള്ള നല്ല ക്വാളിറ്റി വണ്ടി, അതാണ് നമ്മളെ കച്ചവടം. മാന്യമായ വില, ന്യായ വില, അതാണല്ലോ. ധൈര്യമായിട്ട് ഇത് 2016 ക്രിസ്റ്റ ഇറങ്ങി തുടങ്ങിയ സാധനം. ഫസ്റ്റ് വണ്ടി 16 മോഡലാണ്. G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്ററോ? രണ്ടാമത്തെ ഓണർ. 158 കിലോമീറ്റർ ആണ് ഇതിലുള്ളത്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, ഗ്യാരണ്ടി നമുക്ക് പറയാം. വില നമുക്ക് വലിയൊരു വില ഒന്നും ചോദിക്കണ്ട, ഒരു 12 റുപ്യ നമുക്ക് കൊടുക്കാം. G4 മാനുവൽ റീ രജിസ്ട്രേഷൻ 2016 മോഡൽ. ഇത് 2017 വി ഓപ്ഷൻ വണ്ടി. 2017 ആണ്, വൈറ്റ് കളർ ആണ്, റീ രജിസ്ട്രേഷൻ ആണ്, വി ഓപ്ഷൻ ആണ്. കിലോമീറ്റർ അതെ, വീല് മാനുവൽ. 196 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ. അപാകതൊന്നുമില്ല, ഗ്യാരണ്ടി നമുക്ക് പറയാം. റേറ്റ് നമുക്ക് 14 റുപ്യ നമ്മൾ ചോദിക്കും. ചെറിയ എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. 17 വി ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. വണ്ടി അടിയിലെ എല്ലാ വണ്ടികളും ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഒന്നിനൊന്ന് മെച്ചം. അതെ, 10ന്റെ മേലെ 11 ഞാൻ പറഞ്ഞല്ലോ എന്നോട്. ആ കണ്ടീഷനിലാണ് വണ്ടി. ഇത് 16 Z മാനുവൽ, ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതെ. പിന്നെ കിലോമീറ്റർ ഇതിനകത്തുള്ള മോനെ കറക്റ്റ് കിലോമീറ്റർ ആണ്, ജെന്യൂൻ കിലോമീറ്റർ ആണ്. പറഞ്ഞ് നമുക്ക് കൊടുക്കാം 2,62,000 കിലോമീറ്റർ. സർവീസ് ഉള്ള വണ്ടി. ഇത് നമ്മൾ 15 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യും. നമുക്കൊരു 15,400 ഇനി വേണ്ട, അറ്റ കൈക്ക് നമുക്ക് 15 റുപ്യക്കും കൊടുക്കാം. 16 മോഡലാണ്. 17 പേപ്പർ ആകാത്ത കച്ചവടം പടല്ല, ഇവിടെ സീലടിച്ച് ഇങ്ങനെ വിടാനേ പറ്റുള്ളൂ. അല്ലാതെ NOC കിട്ടിയില്ല, ബുക്ക് കിട്ടിയില്ല പറഞ്ഞ കച്ചവടം പടല്ല. KL ആയ വണ്ടി പോലെ പേർക്ക് മാറ്റിയോ വിടുക. അസ്സലാമു അലൈക്കും. അതാ കച്ചവടം. 15 റുപ്യ, 15,400 റുപ്യ എന്തെങ്കിലും കൊടുക്കും, കുറച്ചും കൊടുക്കും. അതെ, മാന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് 2016 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി 170 ഓടിയ സർവീസ് ഉള്ള കമ്പനി സർവീസ് ഉള്ള ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ 170 ഓടിയ വണ്ടി. ഒരു റീപ്ലേസ് ഈ വണ്ടിക്കില്ല. ബാക്കിൽ ഒരു ബമ്പർ മാത്രം കമ്പനിയിൽ നിന്ന് മാറി. അതൊന്നും ഒരു കേടല്ല. വണ്ടി അടിയിൽ ഫേസ് ലിഫ്റ്റും കാര്യമൊന്നും ചെയ്തില്ല. ബന്ധ ഒറിജിനാലിറ്റി വണ്ടികൾക്ക് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 14 റുപ്യ നെറ്റ് ആവശ്യപ്പെടും, മാന്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 16 വണ്ടി 14 ഒറിജിനൽ കേരള വണ്ടി. അതെ. ഇത് 2017 G4 ഓട്ടോമാറ്റിക്, അല്ല സോറി 2017 Z വണ്ടിയാണിത്. 17 Z ഓട്ടോമാറ്റിക്കാ? Z ഓട്ടോമാറ്റിക്. അടിപൊളി. അതെ, Z. എന്താ ഒരു സംശയം? Z ഇതാ, പിന്നെ Z-ന്റെ അലീവില് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങൾ. പിന്നെ അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ എന്താ പുറത്ത് നടന്നു നോക്കി എല്ലാം നിരന്ന വളർന്നാരി കാണുവാനൊക്കെ ക്രിസ്റ്റന്റാണ്. G4 ആയാലും V ആയാലും Z ആയാലും ടൂറിസ്റ്റ് സ്പോട്ട് ആയാലും. പക്ഷെ ഇതിന്റെ ഉള്ളിലാണ് കയറി കുത്തിറക്കുമ്പോൾ എന്താ പറയുക, ഇതൊരു മണിയറിന്റെ ഫീലിംഗ് ഉണ്ടാവും. Z ആവുമ്പോ ആംബിയൻസ് ലൈറ്റും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു ഗെറ്റപ്പ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ 16 റുപ്യ ആസ്ക് ചെയ്യും, മാന്യമായിട്ട് നമുക്ക് അത് ചെയ്തു കൊടുക്കാം. ഒരു 16,400 റുപ്യ കൊടുക്കാം. 16 മോഡൽ Z കമ്പനി സർവീസ് ഉള്ള വണ്ടി. നീറ്റ് വണ്ടി. നീറ്റ് കാഴ്ചയിൽ നീറ്റ് ഉണ്ട്. എനിക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. വെറുതെ അതെ എന്ന് പറയണ്ട, ന്യായമായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. അതായത് പുറമേ നോക്കുമ്പോൾ വണ്ടി 100-ൽ 100 കുറ്റവും പറയാനില്ല. ഉള്ളിൽ എന്താന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളൂ. അത്രേ ഉള്ളൂ. ഇത് 2021 വണ്ടിയാ. 21 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2.4 G
അങ്ങനെ ഉണ്ടല്ലോ. അതെ, അതായത് 2.4 എന്ന് പറയുമ്പോൾ മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? അല്ല 2.4 ഇത്രയും കാലമായിട്ട് ആ വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയില്ല. 2.4 ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അത് 20 ശേഷമാണ് 21 ഈ സാധനമാണ് അത് ഇറങ്ങൽ തുടങ്ങിയത്. കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഈ വണ്ടിമേലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കൂട്ടി 2.4 ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. മൈലേജിന്റെ ഒരു ബഹറയിക്കാരത്, കാരണം 2.4 ബഹർ കൂടും. ബഹർ എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആട്ടോ. അത് ക്രിസ്റ്റക്ക് ഓട്ടോമാറ്റിക്കിന് അത്ര തന്നെ കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ വണ്ടി തന്നെ ജനങ്ങളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കമ്പനി ഇറക്കി കൊടുത്താൽ 2 കാലും സീറ്റിക്ക് കയറ്റിയൊക്കെ വണ്ടി വിടും. അതാണ് ഓട്ടോമാറ്റിക്കിന്റെ. അല്ല, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു സംവിധാനമാണ്. അതായത് 21 ആകുമ്പോൾ ഡയമണ്ട് കെട്ടി വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് സിംഗിൾ ഓണർ വണ്ടി 1.40 ഉണ്ട്. റീപ്ലേസ് ഉണ്ട്. മേജർ അല്ലാത്ത 1,40,000 റുപ്യന്റെ ക്ലെയിം ടയോട്ട ഷോറൂമിൽ തന്നെ ബാക്കിൽ ഒരു ബമ്പർ ടൈലാമ്പ് ചില്ലറ കേസുകൾ 1.40 വലിയൊരു അത്ഭുതമൊന്നുമല്ല. ഇടി എന്ന് പറയാൻ പറ്റൂല കുട്ടി. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉള്ള വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ചെന്നാൽ നമ്മളിപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മളുള്ള സംഗതികൾ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞ പുറകിൽ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പടച്ചോന്റെ തോഫിക്കോട് കൂടി നമ്മൾ ഏറ്റവും വലിയൊരു പോളിച്ചത് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്കും. അതിന് 100 വട്ടം കബൂലുള്ള അഹിലം സഹലൻ. അതാണ് എന്റെ കച്ചവടം. കണ്ടുപിടിക്കും. അതുകൊണ്ട് വരുന്നവർ കണ്ടെടുക്കല്ല. നാളെ ഇവര് വിളിച്ചാണ്ട് എന്താ പറയാ, പെരെ കുത്തർക്കണ പോലെ വിളിക്കും. എന്തിനാ കേൾക്കാൻ പോണേ നമ്മള്? കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്കുക. വേറെ കാര്യം, നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എന്തിനാ അതിന്റെ ആവശ്യം? ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ചെയിൻ ആയിട്ട് വരേണ്ട സംഗതികളാണ്. ഒരാളിപ്പോ 5 ഒരു വണ്ടി കൊണ്ടുപോയി, അന്റെ കെയർ ഓഫിൽ വേറൊരു 5 വരണം. അങ്ങനെയാണ് കച്ചവടം ഉണ്ടായാലും. അല്ലാതെ അന്റെ വീഡിയോ മാത്രമല്ല കാണണ്ടേ. നമ്മളൊരു വ്യക്തിക്ക് ഒരു വണ്ടി കൊടുത്താൽ ഓന്റെ കുടുംബത്തിൽ നിന്ന് അടുത്തൊരു കച്ചവടം നമുക്ക് കിട്ടണം. നല്ല ബന്ധങ്ങൾ. അതെ, ഓന്റെ കുടുംബത്തിൽ നിന്ന്, ഓന്റെ നാട്ടിൽ നിന്ന്, ഓന്റെ വാർഡിൽ നിന്ന്, ഓന്റെ മഹല്ലത്തിൽ നിന്ന്, ഓന്റെ ബ്രാഞ്ചിൽ നിന്ന് ഒരു കച്ചവടം നമുക്ക് അടുത്ത് കിട്ടണം. അപ്പോൾ വ്യാപാരം മുന്നോട്ട് പോവുള്ളൂ. അതാണ് നല്ല വണ്ടികൾ കൊടുത്താൽ. അതെ. പിന്നെന്താ പറയാ, എല്ലാ വണ്ടികളും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടിന്റെ കച്ചവടമാണ്. അജോ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ സ്വാഭാവികമാണ്. അതുള്ളത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇനി ഒരു കൊണ്ടായിട്ടുണ്ട് അതും നമ്മൾ ചെയ്തു കൊടുക്കും. 21 വണ്ടിക്ക് എന്താ വില? 21 വണ്ടിക്ക് ഒരു വമ്പം വിലക്കുറവ് തന്നെ പറയാം. 19,90,000 റുപ്യ. ന്യായ വിലല്ലേ? അത് ഓട്ടോമാറ്റിക് ആണല്ലോ അല്ലേ? 2.4G ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. അത് കുഴപ്പമൊന്നുമില്ല. 19 ലക്ഷം രൂപ എടുത്തോണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറയും ചെയ്യും. അല്ല, അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കും. ഇതൊക്കെ എന്താ പറയുക, വരുന്നോന്റെ കയ്യിൽ ഇപ്പൊ പറയാം നമ്മളടുത്ത് ഇത്രേ ഉള്ളൂ പറഞ്ഞാൽ അതിനോട് കൊടുക്കും നമ്മള്. അങ്ങനെ അല്ല, മാങ്ങിയ കുറച്ച് കൊടുക്കാനേ കഴിയാതെ ഉള്ളൂ. ലാഭം നമുക്ക് എത്രയും കുറക്കാം. ബിസിനസിന് എന്താ പറയുക, ലാഭം നമുക്ക് എത്രയും കുറക്കാം. അത് സത്യം. അങ്ങനെ ഉണ്ടല്ലോ. ഇത് 18 മോഡൽ G+ ക്രിസ്റ്റ. 18 G+ ആണ്. ഇത് നമ്മള് ഉണ്ടല്ലോ. ഉണ്ട്. വൃത്തി എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക, G+ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എന്താ കാര്യമായ? ഈ G+ എന്ന് പറയുമ്പോൾ കമ്പനി സ്റ്റീരിയോ വരും. എനിക്ക് അറിയാത്തൊരു ഇൽമി ഞാൻ പറഞ്ഞുതരാം. കമ്പനി സ്റ്റീരിയോ വരും. അത് പ്ലസ് എന്ന് പറയുമ്പോൾ കമ്പനിന്ന് അങ്ങനെ മിറർ സ്വിച്ച് നോക്കിയാൽ 2 മിററും ഫോൾഡ് ആവും. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. കമ്പനി സ്റ്റീരിയോ, കമ്പനി ക്യാമറ വരും. ഇതൊക്കെ തന്നെ ഈ G+ എന്ന് പറഞ്ഞാൽ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലിവർ മറ്റേ മുന്നിക്കും ബാക്കും വലിക്കലല്ലേ. സീറ്റ് ഹൈറ്റ് കൂട്ടാൻ കഴിയും. സീറ്റ് മുന്നിക്കും ബാക്കും വലിക്കേണ്ട, റെയിൽ പിടിച്ച് വലിക്കൊന്നും വേണ്ട. ആ ഒരു സംവിധാനം കിട്ടും. ഓട്ടോമാറ്റിക് ആണ് ഇത്. ഓട്ടോമാറ്റിക് അല്ല കുഞ്ഞോ, മറ്റേ ഇരുമ്പിന്റെ കമ്പിയല്ലേ. ഇതിനെ കമ്പി വരൂല. ഇതിനൊരു ലിവറാണ് വരിക. അത് പ്ലാസ്റ്റിക്കിന്റെ ലിവർ ആയിരിക്കും. അത് അതിന് G+ അത് വരുന്നുള്ളൂ. കോമഡികള്. അല്ല, G+ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്റെ അറിവില്. അതെ. അപ്പൊ ഈ 4 സംവിധാനം, മിറർ ഫോൾഡ് ആവും, പിന്നെ കമ്പനി സ്റ്റീരിയോ വിത്ത് ക്യാമറ വരും, പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. ഈ 3 സാധനം നമ്മൾ കണ്ടത്. ഇത് നമുക്ക് 13,000 റുപ്യക്ക് കൊടുക്കാം. 50,000 റുപ്യക്ക്. 18 G+. നല്ല നീറ്റ് വണ്ടി. അതെ. പുറകില് വെള്ളമുണ്ട്, മുന്തിരി ഉണ്ട്, കറുപ്പുണ്ട്, ചോപ്പുണ്ട്, ഒക്കെ കാണിച്ചു തരാം. ഇതേതാ മോഡൽ? ഇത് 2019 G+ എന്ന് തന്നെ പറയാം. 19 G+. ടാസ്കി അല്ല, നിലവിൽ ബോംബെക്കാരനാണ്. ബോംബെ നമ്മൾ പറയേണ്ട KL കച്ചവടം. അതെ, KL അല്ലാത്ത പരിപാടി ഇവിടെ അല്ല. 2019 ക്രിസ്റ്റ 15 റുപ്യന്റെ വണ്ടിയാണ്. നമുക്കൊരു 14,000 റുപ്യ കൊടുക്കാം. 19 വണ്ടി 14,000 G+. നല്ല പ്രൈസ് ആണ്. ഇതിനും വലിയ NOC കച്ചവടം ഇവിടെ ഇല്ല. അത് വേറെ വീഡിയോ ചെയ്യുന്നിടത്ത് എല്ലായിടത്തും 14 റുപ്യക്ക് അതർ സ്റ്റേറ്റ് കച്ചവടമാണ് ചെയ്യല്. ഇരിക്കാറ് നമ്മളിപ്പോ കുറച്ചൊക്കെ അടിപൊളി പ്രൈസ് ആണ്. അതെ, നമ്മളെന്താ പറയാ, വീഡിയോ കുറെ കാണലില്ല. എന്നാലും എപ്പോഴെങ്കിലും റീലൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കാണും. വേറെ ഉള്ളവരൊക്കെ ചോദിച്ചാൽ 19 വണ്ടിക്ക് 14 റുപ്യ NOC വില പറയാം. ഞാൻ KL വണ്ടിക്കാ പറയണേ. ഇത് മുന്തിരി കളർ 2017 G4 ഓട്ടോമാറ്റിക് വണ്ടി, 2ാമത്തെ ഓണർഷിപ്പ്. അതെ അല്ലേ? ഇതും അത്യാവശ്യം നല്ലൊരു നീറ്റ് വണ്ടി. ഒറിജിനൽ കേരളയാണ്. അപ്പൊ പിന്നെ നീറ്റ് ഇല്ലാതെക്കാൻ പറ്റൂലല്ലോ. ഒറിജിനൽ കേരളയാണ്. നാടനാവുമ്പോ നാടന്റെ സ്വഭാവം എപ്പോഴും ഇത് കാണിക്കണല്ലോ. അതെ. പിന്നെ അപാകത എന്തെങ്കിലും അപാകത ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. അതും കേരള വണ്ടിയാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോളൂ. കാരണം വണ്ടിന്റെ ഒരു നോക്കിയിട്ട് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ശരി, ഇതിപ്പോ നമുക്ക് വില പറഞ്ഞല്ലോ. ഇത് നമ്മൾ വില 17 റുപ്യ ചോദിക്കും. നമുക്ക് ഒരു 16,000 റുപ്യ കിട്ടിയാൽ ഫൈനൽ അവസാനിപ്പിക്കാം. 16,50,000 റുപ്യ. അടിപൊളി. അതും കേരള വണ്ടിയാന്ന് ആലോചിക്കണം. അതെ. ഇതാണെങ്കിലോ? ഇതും 2017
ക്രിസ്റ്റ G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് ആണ്. ഇതൊക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓടിയ കിലോമീറ്റർ 260 ഓടിയിട്ടുണ്ട്. 260 ഓടിയ വണ്ടി. ഇതും നമ്മൾ അതുപോലെ തന്നെ 17 റുപ്യ ആസ്ക് ചെയ്യും. മാന്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. മാന്യമായിട്ട് ചെയ്തു കൊടുക്കാം. അപാകതകളൊന്നുമില്ല, ഗ്യാരണ്ടി പറഞ്ഞോ. അപാകത ഒന്നുമില്ല, ഗ്യാരണ്ടി പറഞ്ഞ നമുക്ക് കൊടുക്കാം. അടുത്തതായിട്ട് രണ്ട് വണ്ടി കിടപ്പുണ്ട്. അതിൽ ലാസ്റ്റ് കിടക്കുന്നത് കിടിലൻ സാധനം ബ്ലാക്ക് കാണിച്ചു തരാം. ഇത് 2017 വണ്ടി. 17 ആണ്. 2017 മോഡലാണ്. G4 ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2017 G4 ഓട്ടോമാറ്റിക് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, കേരള വണ്ടി തന്നെയാണ് ഇത്. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ 1,60,60,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. 1.5 സർവീസ് അമാന ടയോട്ടേന്ന് കഴിഞ്ഞതാണ്. ഞാൻ അടുത്ത് തറവാട്ടിക്ക് പോകേണ്ടവർക്ക് 1,60,50 അയക്കണം. 3000 കിലോമീറ്റർ കഴിഞ്ഞാൽ തറവാട്ടിക്ക് ഒന്ന് പോയി പോരാ. വില നമ്മൾ 16 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. അതെ അതെ അതെ. ഓ, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അടുത്തായിട്ട് കാണിക്കാൻ പോണതാണ് ഒരു വെടിക്കെട്ട് സാധനം. ഇതൊരു കറുത്ത മുത്ത് തന്നെ പറയാം. ഇത് മോഡൽ 2022 വണ്ടിയാണ് മോനെ. ഇത് 22 വണ്ടി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് തന്നെ പറയാം. അടിപൊളി പറയുമ്പോ കമന്റ് വേറെ വിരോചിച്ച് നോക്കണ്ട. 22 ബ്ലാക്ക് ആണ്. 22 ബ്ലാക്ക് ആണ്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് 2.8 Z ഓട്ടോമാറ്റിക്. അതായത് ടൂറിംഗ് സ്പോട്ട് അല്ല. ടൂറിംഗ് സ്പോട്ട് അല്ല. 2.8 Z ആണ്. അതെ അതെ. അപ്പോൾ എന്താ വണ്ടിന്റെ അവസ്ഥ? വണ്ടി പെരുമ്പണ്ടിയാണ്. ഇതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ടയോട്ട ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ തരിക. ശരി. ഒറ്റ ഓണർ വണ്ടി 1.20 ഓടിയിട്ടുള്ളൂ. 22 ഏറ്റവും ടോപ്പിന്റെ നൽകണം. അതെ. എന്താ വില? ഇത് നമുക്ക് 29 റുപ്യ ആസ്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് വാങ്ങി കൊടുക്കാം. എങ്ങനെ കൂടുതൽ ഈ സാധനം കിട്ടാലല്ലോ. 1 കോടി റുപ്യ ചെന്നാലും ഇപ്പൊ ടയോട്ട ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി കിട്ടൂല. Z ഓട്ടോമാറ്റിക് കിട്ടൂല. അപ്പൊ ആയതുകൊണ്ട് ഇത് നമ്മളൊരു കസ്റ്റമർ പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. 30 റുപ്യ പോലും ചോദിച്ച് 29 നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പിന്നെ വെള്ളം കൂടി കുറച്ചാണ്. അതെ അതെ. പിന്നെ വേറൊരു കേസ് ഉണ്ട്. ഈ സാധനമൊക്കെ എന്താ പറയാ, ക്വാളിറ്റിക്കാണ് വില. അല്ല, ക്വാളിറ്റി നല്ല. ഇതൊക്കെ എന്താ പറയുക, കാണുമ്പോൾ കിട്ടുന്ന സാധനം തോന്നുമ്പോൾ മുതൽ കിട്ടൂല. കറുത്തൊരു Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ വേണമെന്നാണ് 100 മോട്ടോഴ്സിൽ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ആകെ ഒരു വണ്ടിയുള്ളൂ. വേറെ ഓടിയൊരു വണ്ടിയില്ല. ബ്ലാക്ക് വണ്ടി. അതെ അതെ അതെ. നമുക്ക് അവിടെ കുറച്ച് ക്രിസ്റ്റകൾ ഉണ്ട്. അതിപ്പോ കാണിക്കണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് റീലാക്കി വിട്ടു കൊടുക്കാം. ഓൾറെഡി നമ്മൾ കുറെ ക്രിസ്റ്റകൾ കാണിച്ചു. ഇവിടെ കുറച്ച് അതർ ബ്രാൻഡ് വണ്ടികൾ ഇറപ്പുണ്ട്. മോഡൽ ഇത് 2015 മോഡൽ W8. 15 ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ അതെ അതെ. കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഇതിലുള്ള കിലോമീറ്റർ പറഞ്ഞാൽ മതി. നമ്മൾ ജെന്യൂൻ ആണെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ അറിയാത്തൊരു മനുഷ്യനോട് വെറുതെ എന്തെങ്കിലും പറയണ്ട. അതിലൊരു 1,48,000 ഒന്നും റെഡി ആവില്ല. 2015. അതെ അതെ അതെ. നിലവിൽ വണ്ടി കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞോളൂ. എന്താ വില? ഇത് നമ്മളൊരു ഒറ്റ വില പറഞ്ഞാൽ മതി. 4,75,000 റുപ്യക്ക് 2015 വണ്ടി W8 കൊടുക്കാം. 4.5 ഇട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ വീഡിയോയിൽ എന്തായാലും അങ്ങനെ നമ്മളൊരു ഓഫർ കൊടുത്തില്ല അറിയാൻ പാടില്ലല്ലോ. ബൊലേറോ 2017 വണ്ടി ZLX പവർ പ്ലസ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. CC കുറഞ്ഞ മൈലേജ് കൂടിയ വണ്ടി. 2017 ZLX പവർ പ്ലസ്. ഇത് നമുക്ക് 6,400 റുപ്യ. ഈ ലോൺ വണ്ടികൾക്ക് മഹീന്ദ്രന്റെ വണ്ടിയുടെ ഫുള്ള് പൈസ ലോണും കിട്ടും. മാത്രമല്ല ചെറുതായിട്ട് എന്തെങ്കിലും കുറയും ചെയ്യും. അതൊക്കെ ചെറിയ കുറയും. അടുത്തത് Q5. അതെ. ഏതാ മോഡല്? 2013 ഒറിജിനൽ കേരള വണ്ടി. അത് 13 ഒറിജിനൽ കേരളയാണ്. അതെ അതെ, ഒറിജിനൽ കേരള വണ്ടി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപാകത എന്ന് പറയാൻ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാം. നമ്മളെ അറിവിലുള്ള പ്രത്യക്ഷത്തിലുള്ള. കാരണം ഇത് നമ്മള് ഫാൻസി വണ്ടി നമ്മൾ എടുക്കല്ലോ, എനിക്കറിയാലോ. ഇത് നമുക്കൊരു എക്സ്ചേഞ്ചിന് നമ്മളൊരു സിനിമാ നടൻ തന്നാണ്. അപ്പൊ നമ്മൾ വാങ്ങിച്ചതാ. അതെ അതെ. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,20,000. 1.20. 13 മോഡൽ. ഓ, ഉള്ളു നല്ല നീറ്റാ. സിനിമാ നടൻ കൊണ്ടെടുക്കുമ്പോൾ അതിന്റെ ഒരു ഗെറ്റപ്പ് കണ്ടടച്ചും ഞാൻ നാടന്മാർ കൊണ്ടെടുക്കണ മാതിരി പറ്റും. ഓല വണ്ടത്തിലല്ലേ കൊണ്ടെടുക്കുള്ളൂ. 13 വണ്ടിക്ക് എന്താ വില? 13 വണ്ടിക്ക് നമ്മളൊരു പമ്പം വിലക്കുറവ് തന്നെ പറയാം. 7,50,000 റുപ്യക്ക്. 7,50,000 റുപ്യക്ക് 2013 ഒറിജിനൽ കേരള വണ്ടി ഓടി Q5. അതിലോടി കുറച്ച് കിട്ടുമെന്ന് നിങ്ങൾക്ക് നോക്കാം. നല്ല പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2018 അൾട്ടിസ്. 18 അൾട്ടിസ് J+. കിലോമീറ്ററോ? 1,53,000 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടി. ഓ, നല്ല നീറ്റ് വണ്ടി. അൾട്ടിസ് എന്താ ഇത് സാധനം വളരെ കുറവാണല്ലോ വണ്ടി. പേപ്പർ ആയതാണ്. പേപ്പർ ആകാത്ത കച്ചവടം ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. കേരളായ പരിപാടി ഇവിടെ അജോ ഉള്ളൂ. അപ്പോഴത്തെ ഇത് നമുക്ക് ഒറ്റ വില പറഞ്ഞാൽ മതി. 7,75,000 റുപ്യക്ക് 2018 അൾട്ടിസ്. ഇതിലും കുറച്ച് 25 റുപ്യ കുറച്ച് അൾട്ടിസ് അവിടെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണ്ട് ഞാൻ വന്ന് എടുക്കും ചെയ്യും. അതാണ്. അപ്പൊ അടുത്തൊരു XUV 300 കാണിച്ചു തരാം. അതെ അതെ. XUV 300. പെട്രോൾ അല്ലേ ഇത്? 300 പറയാ, 300 എന്നാ പറയാ, എങ്ങനെ പറയാൻ കമ്പനി പറയുന്നത്. എന്തായാലും XUV 300 അല്ലേ? XUV 300 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ W8.
2019 മോഡല് 60,000 കിലോമീറ്റർ ഓടി ഒറ്റ ഓണർ വണ്ടി. ഇതിന്റെ ഇന്റീരിയർ കയറിയിരുന്ന ഒരു ബെൻസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ ഇത് ബെൻസിന്റെ മേലെയാണ്. പിന്നെ നമ്മളെന്താ പറയാ, നമുക്ക് അതിൽ വലിയൊരു വൈബില്ല, വണ്ടി കുത്തർന്ന് വിടാൻ യാത്ര. അങ്ങനെ പറഞ്ഞല്ല, നല്ല ഇന്റീരിയർ ഡിസൈൻ അടിപൊളിയാണ്. അല്ല ഉണ്ട് മഹീന്ദ്രന്റെ ഇത് ഇറങ്ങുന്ന സമയത്ത് ബമ്പം വിലയുള്ള വണ്ടി. ഇനി ഇതിന് വില കുറയല്ല, 13 ലക്ഷം റുപ്യ പുതിയ വിലയുണ്ട്. 16,50,000 റുപ്യ അതിന്റെ ഇൻവോയ്സ് അടക്കാൻ വണ്ടിയിലുള്ളതാ. ആ സാധനം നമ്മൾ 10 ലക്ഷം റുപ്യ കുറച്ചാണ് നമുക്ക് എന്ത് 6 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. അതായത് 2019 സിംഗിൾ ഓണർ 60,000 ഓടിയ വണ്ടി നമുക്ക് 6 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. ലോൺ വണ്ടികൾക്ക് പള്ളർച്ച് ലോൺ 500 ലക്ഷം റുപ്യ ആണെങ്കിൽ ആണ്ടും കൊടുക്കാം. ബാങ്കാണ് കൊടുക്കണേ, ഞാനല്ല കേട്ടോ. പെട്രോൾ ആണ്, ആർക്കെങ്കിലും വേണേ നോക്കിയോ. അതെ ക്വാളിറ്റി ഉള്ള വണ്ടി. ഈ ഡസ്റ്റർ 2017 85 17 അല്ലേ? ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാട്ടോ. ഉള്ളും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒരു കളർ വ്യത്യാസം വരുന്നേ. ഞാനേ ഇത് അങ്ങനെ ലിമിറ്റഡ് എഡിഷൻ ഒന്നുമല്ല, അതൊക്കെ മാറ്റി ചെയ്തല്ലേ? അല്ല, എന്നോട് അങ്ങനെ പറഞ്ഞു. ഇതിനെന്തോ ഒരു പേരും പറഞ്ഞിരിക്കണേ. ഇത് സാൻസോം ഒക്കെ ആയിരിക്കും. RSS അല്ലേ ഇത്? RSS എന്താ അഡ്വഞ്ചർ അങ്ങനെ എന്തോ ഒരു പേര്. സാൻസോം എന്ന് പറഞ്ഞ സാധനം. എന്തായാലും 2017 കേരള വണ്ടി. 17 ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് ആണ് 85 ആണ്. 85 ആണ്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഇതൊക്കെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്തല്ലേ. 82,000 കിലോമീറ്റർ ജെന്യൂനാണ് നമുക്ക് തന്ന എടപ്പാളാര് തന്നത്. അതെ, ആ എടപ്പാളാരെ നമ്പറും കൊടുക്കും ഞാൻ വരുന്നവർക്ക്. 82 ജെന്യൂനാന്നാ പറഞ്ഞത്. ഇത് നമ്മൾ ഒരൊറ്റ വില പറയുള്ളൂ. ഫുള്ള് ലോണും കിട്ടും. 4,50,000 റുപ്യ. 17 വണ്ടി 4,50,000 റുപ്യ ഫിക്സ്ഡ് പ്രൈസ്. ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള വില ഇപ്പൊ പറയുന്നത്. മാന്യമായിട്ടൊരു മീമാങ്ങളെ കൈ അയിമലും നമ്മൾ കുറച്ച് കൊടുക്കാം. ഇത് 2014-15 വണ്ടി 3.5 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 110 3.5 അപാകത എന്ന് പറയാം. ഇതിനെത്താള് ഇതിന് മെയിൻ ക്ലാസ്സോ ബോണ്ടോ ഡിക്കോ ഡോറോ ക്ലാസ് ഒന്നും മാറിയില്ല. റിനോൾട്ടിന്റെ വണ്ടിയൊക്കെ ആവുമ്പോൾ മാക്സിമം ലോണും കയറും. പുറകിലുള്ള വണ്ടികൾ I10 ആണ്. ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു ചായക്കായ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2,25,000 റുപ്യക്ക് ഒരു ഓട്ടോമാറ്റിക് സൺറൂഫ്. എടാ, ഈ വണ്ടി അല്ലാതെ 2,4 റുപ്യക്ക് ഈ വണ്ടി അല്ലാതെ വേറെ ഏത് വണ്ടിയിലെ തലട്ട് പോകാൻ കഴിയ പുറത്തേക്ക് കഴിയോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മള് കോമൺ ആയിട്ട് എന്താ പറയുക, ഞാൻ സത്യത്തിൽ ഞാൻ കണ്ടില്ല എന്റെ ജീവിതത്തിൽ വണ്ടി കച്ചവടത്തിൽ ഒരു സൺറൂഫ് ഉള്ള വണ്ടി 2,4 ലക്ഷം റുപ്യ കുറച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ആ വില ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ വില ഫിക്സ്ഡ് പ്രൈസ്. തമാശ പറഞ്ഞോ, വണ്ടി നല്ല വണ്ടിയാട്ടോ. ഇത് ഓട്ടോമാറ്റിക് CVT ആണ്. എല്ലാ സ്ത്രീകൾക്ക് അടിപൊളി കേട്ടോ. അതെ. അതുപോലെ തന്നെ ഒരു റിച്ച് 2012 വണ്ടി. അത് നമുക്കൊരു 2,4 റുപ്യ കൊടുക്കാം. 2,25,000 അതിന്റെ അടിയിൽ കൂടെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളാണ് പോണില്ല. ഡീസൽ VDI ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കിക്കോ. ഇവിടെ ഏത് വണ്ടിയിൽ കൂടുതൽ. അപ്പൊ നമ്മൾ എല്ലാ വണ്ടികളും ക്രിസ്റ്റകൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ 10-25 വണ്ടി കാണിച്ചു. ഇനിയുണ്ട് നമ്മളത്തെ ക്രിസ്റ്റകളുടെ സ്റ്റോക്ക്. അതായത് ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണറും ആണെങ്കിൽ അജോ അത് നിങ്ങൾ വേറെ ആലോചിക്കണ്ട. എല്ലായിടത്തും പോയി വരിക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ ആദ്യം ഇവിടെ വരിക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് പോയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. അങ്ങനെയും ചെയ്യാം. ശരി, അപ്പൊ എന്തായാലും നമ്പർ വെച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മളെ ലൊക്കേഷനും കൂടി വീണ്ടും ഒന്നും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വെള്ളൂമ്പുറത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നൂർ മോട്ടോഴ്സ്. നമ്മൾ 4 നമ്പർ കൊടുക്കുന്നുണ്ട്. 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. അപ്പൊ ഈ നമ്പറിലൊക്കെ നമുക്ക് എന്താ ഒരു ഹായ് വിട്ടാൽ നമ്മളെ ലിങ്ക് ഇങ്ങനെ ചെറുപ്പറാറിനിട്ടുണ്ട് വരും. അതിൽ നിങ്ങൾക്ക് ഏതാ വണ്ടി റെഡി സ്റ്റോക്ക് ഉള്ളത് നോക്കിയിട്ടാണ് വന്നാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. അതെ.